ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. ആരെങ്കിലും ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചു, എന്നിട്ട് ആ നന്മ അയാൾ പ്രവർത്തിച്ചില്ല എങ്കിൽ അയാൾ ആ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചല്ലോ, അതുകൊണ്ട് അള്ളാഹു അയാൾക്ക് ഒരു നന്മ ചെയ്തതായി അയാളുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹല്ലാഹു 10 ഹസനാത്തിൻ ഇലാ 700 ളഅഫിൻ ഇലാ അളആഫിൻ കസീറ. ഇനി ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നിട്ട് ആ നന്മയെ അയാൾ പ്രവർത്തിക്കുകയും ചെയ്തു. നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നേരത്തെ അയാൾ പ്രവർത്തിച്ചില്ല, അപ്പോൾ അയാൾക്ക് ഒരു പ്രതിഫലം കിട്ടി. എന്നാൽ ഇപ്പോൾ അയാൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അയാൾ ആ നന്മയെ പ്രവർത്തിച്ചു, എന്നാൽ അതിന് അയാൾക്ക് എന്താണ് പ്രതിഫലം കിട്ടുന്നത്? 10 ഹസനാത്ത്, അയാൾക്ക് 10 പ്രതിഫലം കിട്ടും. ഇലാ 700 ളഅഫിൻ ഇലാ അളആഫിൻ കസീറ. അല്ല, അയാൾക്ക് 700 ഇരട്ടി പ്രതിഫലം കിട്ടും. ധാരാളം. ഇലാ അളആഫിൻ കസീറ എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ ഇല്ല. അതായത് ചില കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മോശക്കാരിയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് പട്ടിക്ക്, ദാഹിച്ചു വലഞ്ഞ നായയ്ക്ക് വെള്ളം കൊടുത്തു. ആ കാരണം കൊണ്ട് അള്ളാഹു അവളെ സ്വർഗത്തിൽ കടത്തി. അതുപോലെ ഒരു നല്ല പെണ്ണുണ്ടായിരുന്നു. അവൾ ഒരു പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടിട്ട് അതിന് ഭക്ഷണം കൊടുക്കാതിരുന്നു. അപ്പോൾ അള്ളാഹു തആല അവളെ നരകത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഹദീസ് പറയുന്നത് നോക്കൂ. فإن هم بها فعملها كتبها الله 10 حسنات إلى 700 ضعف إلى أضعاف كثيرة എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അള്ളാഹു നമ്മൾ ചെയ്യുന്ന, അതായത് പൂർണ്ണമായും റബ്ബിൽ സമർപ്പിച്ച് നല്ല നിയ്യത്തോടുകൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രതിഫലം, ഒരുപക്ഷെ അള്ളാഹു തആല അതിന് കണക്കറ്റ പ്രതിഫലം, അതിന് എത്ര പ്രതിഫലം തരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശുദ്ധി നമുക്കറിയില്ല, അത് അള്ളാഹുവിനെ അറിയുള്ളൂ. അത് അറിയുന്ന റബ്ബ് അതിനനുസരിച്ച് അവന് പ്രതിഫലം നൽകും. നോക്കൂ, ഇപ്പോൾ ഒരാളുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. അതാണ് നമുക്കിപ്പോൾ നമ്മളെ ബ്ലഡ്, ഹാർട്ട്, അതുപോലെ നമുക്ക് പല കാര്യങ്ങളും ചെക്ക് ചെയ്യാനുള്ള സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ടെതസ്കോപ്പ്, ടെലസ്കോപ്പ്, അതുപോലെ ഒരുപാട് ലാബ് ടെസ്റ്റുകളുണ്ട്. നമുക്ക് പലതും നടത്താൻ പറ്റും. പക്ഷേ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴം, അത് ഒരു മാപ്പിനെയും ഇന്ന് വരെ സയൻസിന് ഇനി കണ്ടുപിടിക്കാൻ കഴിയില്ല, ഇനി അവസാന കാലം വരെയും കണ്ടുപിടിക്കാനും കഴിയില്ല. അതായത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധി, എത്രത്തോളം ഹൃദയവിശുദ്ധി ഉണ്ട് അയാൾക്ക്, അയാൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അയാൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അയാൾ ഉദ്ദേശിച്ച് ചെയ്യുന്നെങ്കിൽ അത് എത്രത്തോളം ആഴത്തിലാണ് അള്ളാഹുവിനെ അയാൾ ഇഷ്ടപ്പെടുന്നത്, മഹബത്ത് വെക്കുന്നത്, തഖ്വ ചെയ്യുന്നത്, ഇത് നമുക്കറിയില്ല. അത് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അയാളുടെ ആ ഒരു പ്രവർത്തനം ചിലപ്പോൾ അത് കാരണമായിട്ട് അള്ളാഹു അയാളെ സ്വർഗത്തിൽ കടത്തും. അത് നമുക്കറിയില്ല. അതാണ് ഇവിടെ പറയുന്നത് ഈ ഹദീസ്. അള്ളാഹു തആല നമ്മളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അത്തരം നല്ല പ്രവർത്തനങ്ങളാക്കി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇനി നോക്കൂ, ഫഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹല്ലാഹു സയ്യിഅതൻ വാഹിദ. ഇനി ഒരാൾ വഇൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില. ഒരാൾ ഒരു മോശമായ പ്രവർത്തനം എന്ത് ചെയ്തു? ഉദ്ദേശിച്ചു, അയാളത് ചെയ്തില്ല. മോശമായ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതേ ഉള്ളൂ, പക്ഷേ ചെയ്തില്ല. എന്നാൽ അയാൾക്ക് കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അള്ളാഹു അയാൾക്ക് അത് മോശമായ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ ചെയ്തില്ല. അതുകൊണ്ട് അയാൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? അയാൾക്കൊരു പ്രതിഫലം നൽകും. കാരണം മോശമായ പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അയാൾ ചെയ്തില്ലാത്തത് കൊണ്ട് അള്ളാഹു ഒരു പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തും. ഇനി ഫഇൻ ഹമ്മ ബിഹാ ഫഅമിലഹാ കതബഹല്ലാഹു സയ്യിഅതൻ വാഹിദ. ഒരാൾ ഒരു മോശമായ പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചു, അയാൾ ആ മോശമായ പ്രവൃത്തി ചെയ്തു, എന്നാൽ കതബഹല്ലാഹു സയ്യിഅതൻ വാഹിദ, എന്നാൽ അള്ളാഹു തആല അയാൾക്ക് ഒരു മോശത്തിനെ പറ്റി അയാൾക്ക് എഴുതുള്ളൂ, അയാൾ ഒരു മോശം പ്രവർത്തിച്ചതായിട്ട് എഴുതുള്ളൂ. ഇത് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി നിവേദനം ചെയ്യുന്ന ഹദീത്താണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ കാരുണ്യം എത്ര അപാരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലൊരു പ്രവർത്തനം, നമുക്ക് പടച്ചോനെ അദ്ദേഹത്തിന് ഒരു 100 രൂപ ഒരു ഫക്കീറായ മനുഷ്യൻ ആവശ്യത്തിന് വേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് അയാളെ സഹായിക്കാൻ പറ്റില്ലല്ലോ. അള്ളാഹ് അതാണ് ദീൻ പഠിപ്പിക്കുന്നത്. നോക്കൂ, എത്ര മഹത്വമുള്ള കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് ഒരാളൊരു സഹായമായിട്ട് വന്നു, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് റബ്ബേ എനിക്ക് കൊടുക്കാൻ പറ്റണില്ല, അല്ലാഹ് അയാൾക്ക് കാരുണ്യം ചെയ്യണേ റബ്ബേ, അയാൾക്ക് നീ എളുപ്പമാക്കി ഒന്ന് ദുആ ചെയ്യുക. ചിലപ്പോൾ അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാവും അത്. ഇനി അതല്ലെങ്കിൽ അയാൾ നേരിട്ട് വന്നു, ഹബീബേ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നീ പൊരുത്തപ്പെടണേ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല എന്ന് അയാളോട് നല്ല വർത്തമാനം പറയുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.